വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ശിരസിൽ കരങ്ങൾ വെച്ച് കൈപിടിച്ചൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം പറയട്ടെ, സമാധാനം നിന്നോടുകൂടെ. മനസ്സ് കലങ്ങണ്ട, മനസ്സ് വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഓരോ ആഗ്രഹങ്ങളെയും ദൈവം മാനിക്കുമെന്ന് വിശ്വസിച്ചു. ഇന്ന് ഈ ജൂലൈ 3 കൃത്യമായി തോമാശ്ലീഹ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ശ്രേഷ്ഠമായ വിധത്തിൽ ദൈവം അതിനെ അംഗീകരിച്ചു, യേശു അതിനെ അംഗീകരിച്ചു. തളർത്തു വരുന്ന, ഉഷാറോടെ ഉണർവോടെ തളർത്തു വരുന്ന ഒലിവിൻ തൈകൾ പോലെ വിശ്വസിക്കുന്നവൻ തളർത്തു വരുമെന്നാണ്, ഉയർത്തി കയറുമെന്നാണ്, വളർന്നു വരുമെന്നാണ്. തളർത്തു വരുന്ന ഒലിവിൻ തൈകൾ പോലെ നീ വളരും, ഉയർന്നു വരുന്ന ഒലിവിൻ തൈകൾ പോലെ നീ ശോഭിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനം. ഇന്ന് ഏത് കാര്യം ഓർത്തിട്ടാ സഹോദര സഹോദരി, മാതാവേ പിതാവേ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? ആരെ ഓർത്താ, എന്തിനെ ഓർത്താ? സാരമില്ല. ആ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധിയുടെ, ഭയത്തിൻ്റെ, ആകുലതയുടെ നടുക്ക് നിന്ന് യേശു പറയുക, സമാധാനം. എല്ലാത്തിനും ഒരു പോംവഴിയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക.